എല്ലാവർക്കും ഷങ്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊഞ്ചിൻ്റെ ഫ്രൈ ആണ്, ഷ്രിമ്പ് ഫ്രൈ ആണ്. അത് ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെയിം മെത്തേഡ് തന്നെ സാധാരണ ഒരു ഈർക്കിലിയിൽ ചുട്ടെടുക്കുകയോ അല്ലെങ്കിൽ വെറുതെ നമ്മുടെ പാനിൽ വെച്ച് ഫ്രൈയോ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പൊടികൾ മാത്രമാണ്. നമുക്ക് ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് പറയാം. ഇത് ഡീവെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ആണ്. വലിയ കൊഞ്ചാണിത്, ഇത്രയും വലിയ സൈസാണിത്. പിന്നെ മെൽറ്റഡ് ബട്ടർ, നാരങ്ങ നീര് ഒരു അര നാരങ്ങയുടെ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. പിന്നെ പൊടികളാണ് വേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീര പൗഡർ, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1 ടീസ്പൂൺ. പിന്നെ കൊറിയാൻഡർ പൗഡർ ഒരു 1.5 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ. ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. നമുക്കിതെല്ലാം കൂടി ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഒരു 1 ഹവറെങ്കിലും വയ്ക്കുകയാണെങ്കിലാണ് അതിന് ശരിക്കും ഒരു നല്ലൊരു കൊഞ്ചിന് പിടിച്ചൊരു സ്വാദ് വരിക. മിനിമം ഒരു ഹാഫ് ആൻ ഹവറെങ്കിലും വയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം എല്ലാ പൊടികളും കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. അത് നമുക്ക് എടുക്കുന്ന ഇതനുസരിച്ച് കൊഞ്ചനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. അതിപ്പോൾ ഞാനൊരു ഏകദേശം കണക്കെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൊടികൾ മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊഞ്ചിട്ടാലും മതിയാവും. അത് നമുക്ക് എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടിയിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാരങ്ങ നീരും ആഡ് ചെയ്യാണ്. ഈ മെൽറ്റഡ് ബട്ടർ നമ്മൾ സാധാരണ നമ്മുടെ ഇതായാലും മതി, നമുക്ക് എണ്ണയായാലും മതി. പിന്നെ ഇതിനൊരു ചെറിയ എയർ ഫ്രയറിൽ ഒരു കളർ കിട്ടും മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ സ്വാദും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിത് ഓപ്റ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുകയും ചെയ്യാം. പുളിക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഞാൻ ഹാഫ് എടുത്തിട്ടുള്ളൂ. എനിക്കിത് മതിയാവുന്ന തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എയർ ഫ്രയറിൽ വല്ലാതെ സോഗ് ചെയ്ത് കിടക്കാൻ പാടില്ല. താഴേക്ക് ഒലിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കും. പ്രോൺസിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഇറങ്ങും, അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു വെള്ളം ഇറങ്ങും. ഇതിലേക്ക് ഞാൻ മെൽറ്റഡ് ബട്ടറും കൂടി ഒഴിക്കുകയാണ്. പ്രോൺസിൽ നിന്ന് ചെറിയ വെള്ളം നല്ലോണം ഞെക്കിപ്പിഴിഞ്ഞ പ്രോൺസാണ്. എന്നാലും നമ്മൾ ആ കൊഞ്ച് ഒന്നും കൂടി വെള്ളം ചെക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്രയറിലായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. വല്ലാതെ വെള്ളം ഒലിച്ച് കഴിഞ്ഞാൽ ഇത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മസാലയൊക്കെ ഒലിച്ച് താഴേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ആ കൊഞ്ചിനത് പിടിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കട്ടിയിൽ ചെയ്യുന്നത്. നിങ്ങൾ പാനിലാണെങ്കിൽ കുറച്ച് വെള്ളമോ ഒഴിച്ച് ഇത്രയും കൂടി ലൈറ്റ് ആക്കാട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഒരു മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ ഹവറെങ്കിലും വയ്ക്കുക. എന്നിട്ട് നമുക്കത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് കൈ കൊണ്ട് ശരിക്കൊന്ന് ഞെരടി കൊടുക്കുക. നമുക്കിതൊരു ഹാഫ് ആൻ ഹവറെങ്കിലും വയ്ക്കണം. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സൗകര്യം പോലെ. എനിക്കിത് വേണ്ടാമെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇത്ര മതിയാവും. ഈ മസാലയൊക്കെ ശരിക്കും പ്രോൺസിൽ പിടിച്ചിരിക്കണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കണം. ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളം കൂടി ആകുമ്പോൾ, ഉപ്പിട്ടല്ലോ നമ്മൾ, ഇതിൻ്റെ അകത്തുനിന്ന് ഇട്ടുന്ന വെള്ളം കൂടി ആകുമ്പോൾ അത് ആ മസാല മുഴുവൻ ഒലിച്ച് താഴേക്ക് പോകും ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ. ഇനി ഇതിനൊരു മസാല ആയിട്ട് ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ അല്ലാത്ത പാൻ ഫ്രൈയിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ. നമുക്കിതൊരു ഹാഫ് ആൻ ഹവർ അടച്ച് വയ്ക്കാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം എയർ ഫ്രയറിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചിക്കനൊക്കെ. പക്ഷെ അതിലൊന്നും ഞാൻ ബട്ടർ അല്ലെങ്കിൽ എണ്ണയൊന്നും ഇത് ഗ്രില്ലിൽ ഇങ്ങനെ തടവി കൊടുക്കുന്ന കാണിച്ചിട്ടില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചെറിയൊരു അതിൻ്റെ അകത്ത് തന്നെയുള്ളൊരു എണ്ണ നല്ലോണം ഇറങ്ങും, നെയ്യ് നന്നായിട്ട് ഇറങ്ങും. പ്രോൺസിന് അത്രയ്ക്ക് അത് വരില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ചെറുതായിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മസാല അല്ലെങ്കിൽ അതുമ്പോൾ അങ്ങനെ പിടിച്ചിരിക്കും. ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ആ ബട്ടർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഈ പ്രോൺസ് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. ബട്ടർ നമുക്കിത് ഒരു 5 മിനിറ്റ് എയർ ഫ്രയറിൽ വച്ച് കഴിയുമ്പോൾ ഒന്ന് തടവി കൊടുക്കണം.
എന്നാലേ അതിനൊരു നല്ല കളറ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് സാധാരണ നമ്മുടെ ചെമ്മീനൊക്കെ ചുരുണ്ട് പോകുമല്ലോ, അതുപോലെ തന്നെ ഇതും ചുരുണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് ആ സ്പേസ് കൊടുത്തേക്കുക പ്ലേസ് ചെയ്യാൻ നേരത്ത്. അങ്ങനെ എല്ലാ പ്രോൺസും നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം കേട്ടോ വയ്ക്കാനെല്ലാം. ഇതൊന്ന് ചുരുണ്ട് കൂടും വെന്ത് കഴിയുമ്പോഴേക്കും. നമുക്കെല്ലാം വെച്ചിട്ട് എയർ ഫ്രയറിൽ ഒരു 10 മിനിറ്റ്സ് കൊടുക്കുക. മാക്സിമം ഇതിൽ 200 ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ 200-ൽ ഒരു 10 മിനിറ്റ്സ് വെച്ച് കൊടുക്കാം. അതിലൊരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങളതൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത്തിരി ബട്ടർ ഒന്ന് ഒരു സൈഡിൽ, മുകളിലത്തെ ഭാഗത്ത് മിക്കവാറും നല്ലോണം എണ്ണ പിടിച്ചിട്ടുണ്ടാവും. നല്ലോണം ഫ്രൈ ആയി തുടങ്ങിയിട്ടും അവിടെ ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല കളർ കിട്ടും ഇതിന്. നമുക്കിത് ഇനി എയർ ഫ്രയർ പ്ലേസ് ചെയ്യാം. ഇത് എയർ ഫ്രയർ പ്ലേസ് ചെയ്യാണ്. 200 മാക്സിമത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അതിലൊരു 10 മിനിറ്റ്സാണ് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഇത്തിരി ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ തിരിച്ചിടുക. ഇത് എല്ലാത്തിലും ഒന്ന് ചെറുതായിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത്, എണ്ണയെങ്കിൽ എണ്ണയിലും മതി. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, അധികമൊന്നും വേണ്ട. 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിതൊന്ന് എടുത്ത് നോക്കുകയാണ്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. ശരിക്ക് ആയിട്ടില്ല. മറ്റേ സൈഡൊന്നും ഇതുപോലെ തന്നെ നമുക്ക് ഇത്തിരി ബട്ടറൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുക്കണുള്ളൂ. ഞാൻ സ്പ്രേ ചെയ്യണമെന്നല്ല ചെയ്യണത്. സ്പ്രേ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമുക്ക് അതാണ് എളുപ്പമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇതിൽ സ്പ്രേ ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ടൈം പോയല്ലോ, അതും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ ടൈമർ ഓഫായിട്ടുണ്ട്. എടുത്ത് നോക്കുകയാണ്. ആയിട്ടുണ്ട് ശരിക്കും, കുഴപ്പമൊന്നും തോന്നുന്നില്ല. എങ്കിലും നമുക്കൊന്ന് ഇപ്പോൾ ഞാൻ ആ 2 മിനിറ്റ് ഇത് ശരിക്കും ആയിട്ടുണ്ട്. എന്നാലും ഒരു 2 മിനിറ്റ് നമ്മളെ പോയതിൻ്റെ ടൈമും കൂടി ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമുക്കൊന്നും കൂടി ഒരു 2 മിനിറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ വച്ചുകൊണ്ടിരിക്കരുത്, റബ്ബർ പോലെയാവുക. ഇപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആ ചൂട് തന്നെ ഇരുന്നാലും മതിയാവും സാധാരണ. പക്ഷേ ഇത് ചെമ്മീനൊക്കെ ആണെങ്കിൽ അതൊരിത്തിരി കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതൊരു റബ്ബർ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ടൈമിങ് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. ഞാനിത് നമ്മുടെ പോയ ടൈം അനുസരിച്ച് ഞാൻ നോക്കിയിട്ടാണ് ഒരു 5 മിനിറ്റിനടുത്ത് ഞാൻ വെച്ചത്. നിങ്ങളിപ്പോൾ കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 15 മിനിറ്റ്സ് വയ്ക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഈ രണ്ടാമത് വയ്ക്കേണ്ടി വരില്ല. ആ പോകുന്ന ടൈം അതിൻ്റെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂ. ഇപ്പോൾ ഞാൻ ആ ഒരു കുറച്ച് ടൈം എക്സ്ട്രാ എടുത്ത് പോയിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ്സ് വച്ചപ്പോൾ ഒരു 5 മിനിറ്റ്സോളം പോയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത് ശരിക്കും നല്ലോണം ആയിട്ടുണ്ട്. നല്ല റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട്. മസാലയും ടൈമറും ഓഫായി. മസാലയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ചെമ്മീനും നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് വെച്ചോളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ രണ്ടാമത്തെ ഉള്ളൊരു ഇഷ്യൂ വരുന്നില്ല. ഓക്കെ, നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, നമ്മളതിൽ ചെമ്മീനെടുത്ത് എയർ ഫ്രയറിലേക്ക് വെച്ചപ്പോൾ ആ പാത്രത്തിലിരുന്ന മസാലയിലേക്ക് ഒരു സവാള, ഒരു വലിയ സവാളയാണ്, അതൊന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് എടുത്തതാണ്. അത് ഞാൻ ബാക്കിയുള്ള മെൽറ്റഡ് ബട്ടർ വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. നമുക്ക് വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ, ബാക്കി ബട്ടർ ഉണ്ടെങ്കിൽ ആ ബട്ടറിൽ തന്നെ സോട്ട് ചെയ്യുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ സോട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് അതൊരു ചെറിയൊരു ഗ്രേവി പോലെ കിട്ടുക. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ ആണെങ്കിൽ അത് വളരെ ടേസ്റ്റി ആയിരിക്കും. ആ മസാല ഒരു നല്ല സ്വാദുള്ളൊരു മസാലയാണ്. അത് സവാളയുടെ കൂടെ നല്ല സ്വാദായിരിക്കും. അപ്പോൾ നമുക്കത് ആ ചെമ്മീൻ്റെ കൂടെ തന്നെ വിളമ്പാം. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയാണ്. നമുക്കിത് ചെമ്മീൻ വെച്ചിട്ടും ചെയ്യാം. അപ്പം ഇത്തിരി വലിയ ഇതാണ് അത്. നമുക്ക് എങ്ങനെയാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം പൊടികളാണ്, വളരെ സിമ്പിളാണ്, അരിയാനൊന്നുമില്ല. ഈ ഉള്ളിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്രേവി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചൊന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യാം. എയർ ഫ്രയറില്ലാത്തൊരു വെറുതെ നമ്മുടെ സാധാരണ പാനിൽ ഇട്ടാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.